അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ബീഫ് കറിയുടെയും പാൽക്കപ്പയുടെയും റെസിപ്പിയാണ് കാണിക്കുന്നത്. കുക്കറിലാണ് ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്നത്. അതിനായി 3/4 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത്, 2 സവാള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ പൊടികളായി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കറി മസാലപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി. ഇവയെല്ലാം ഞാൻ ചൂടാക്കി വെച്ചിരുന്നു. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൈകൊണ്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം 5-6 വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കുക. അതിനുശേഷം കുക്കർ തുറന്ന് നമുക്കതിലേക്ക് താളിച്ചൊഴിക്കുക. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും 1/2 ടീസ്പൂൺ പെരുംജീരകവും ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അവസാനം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ ബീഫ് കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പാൽക്കപ്പ തയ്യാറാക്കാം. അതിനായി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 1/2 കിലോ കപ്പ നുറുക്കിയതും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. കപ്പ വെന്തതിന് ശേഷം അതിലെ വെള്ളം കുറ്റിക്കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്കിട്ട് നന്നായി ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു ബൗൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 4 കാന്താരി മുളക്, 4-5 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം കൂടി ചതച്ച് വെച്ചിരുന്നു. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. നന്നായി കുറുകി വന്നതിന് ശേഷം താളിച്ചൊഴിക്കാം. ഇനി ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് നന്നായി മൂത്തതിന് ശേഷം കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ഈ രീതിയിലൊന്ന് പാൽക്കപ്പയും ബീഫ് കറിയും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പാൽക്കപ്പയുടെയും ബീഫ് കറിയുടെയും റെസിപ്പിയാണിത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.